സൈബർ സഖാക്കന്മാർ പിണറായി 3.0 എന്ന് പറഞ്ഞ് തള്ളു തുടങ്ങുമ്പോൾ CPM സംസ്ഥാന നേതൃത്വം പക്ഷേ സത്യം തിരിച്ചറിഞ്ഞു. തുടർ ഭരണത്തിനുള്ള സാധ്യതകൾ മങ്ങിയെന്നും ഇനി അഥവാ ജയിക്കുകയാണെങ്കിൽ 2-3 സീറ്റുകളുടെ മുൻതൂക്കം മാത്രമാണ് LDF പ്രതീക്ഷിക്കുന്നത്. വോട്ടെടുപ്പിന് തൊട്ടു മുൻപ് വരെ 100 സീറ്റ് എന്ന് അവകാശവാദം ഉന്നയിച്ച പിണറായി വിജയൻ ഇപ്പോൾ കണ്ണൂരുള്ള വസതിയിൽ തന്നെ തങ്ങുകയാണ്. മറ്റ് ഔദ്യോഗിക പരിപാടികൾ പൂർണ്ണമായും റദ്ദാക്കി മുഖ്യമന്ത്രി കസേര ഒഴിയാനുള്ള നീക്കമാണ് പിണറായി വിജയൻ നടത്തുന്നത്. വോട്ടെടുപ്പ് ദിവസം നാട്ടിലേക്ക് മടങ്ങിയ പിണറായി വിജയൻ പിന്നീട് തിരികെ ക്ലിഫ് ഹൗസിലേക്ക് മടങ്ങിയിട്ടില്ല. പിണറായി വിജയന്റെ അസാന്നിധ്യത്തിൽ ക്ലിഫ് ഹൗസ് അടഞ്ഞു തന്നെ കിടക്കുകയാണ്. മെയ് 4 ഇനി ഫലമറിയുന്ന ദിനത്തിൽ ക്ലിഫ് ഹൗസിൽ നിന്ന് എന്നേക്കുമായി പടിയിറങ്ങുവാനുള്ള തയ്യാറെടുപ്പുകൾ മുഖ്യമന്ത്രി നടത്തിയോ എന്ന ന്യായമായ സംശയവും അന്തരീക്ഷത്തിൽ ഉയർന്നു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുൻപ് 100 സീറ്റിനടുത്ത് സീറ്റ് കിട്ടുമെന്നായിരുന്നു CPM-ന്റെ കണക്കുകൂട്ടൽ. എന്നാൽ മണ്ഡലങ്ങൾ തോറുമുള്ള കണക്കുകൾ പുറത്തു വന്നതിന് പിന്നാലെ ആ നിലപാട് CPM തിരുത്തുകയായിരുന്നു. സീറ്റുകളുടെ പ്രതീക്ഷ 100-ൽ നിന്ന് 90-ആയും അവിടെ നിന്ന് 80-ആയും താഴ്ന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന കമ്മിറ്റിയാണ് അന്തിമമായി സീറ്റുകളുടെ എണ്ണം 75-ലെത്തുമെന്ന് പ്രതീക്ഷിച്ചത്. വലിയ അട്ടിമറികൾ ഉണ്ടായിട്ടുണ്ടെന്നും മന്ത്രിമാരടക്കം തോൽക്കുമെന്നും വിലയിരുത്തലും CPM നടത്തി കഴിഞ്ഞു. 25 വരെ സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെട്ടേക്കാമെന്നുമാണ് വിലയിരുത്തൽ. 35 സീറ്റുകൾ UDF-ൽ നിന്നും പിടിച്ചെടുക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും പറയുന്നുണ്ട്. ധർമ്മടത്തുൾപ്പെടെ പാർട്ടിയുടെ ഉറച്ച കോട്ടകളിലൊന്നിലും കഴിഞ്ഞ തവണത്തേതിന് സമാനമായ കൂറ്റൻ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നില്ല. 115 മണ്ഡലങ്ങളിൽ 3000 വോട്ടിന് താഴെ ഭൂരിപക്ഷത്തിലാണ് ഫലം നിർണ്ണയിക്കപ്പെടുകയാണെന്ന് കണക്കുകൂട്ടൽ വന്നിരിക്കുന്നത്. പാർട്ടി വിട്ടവർ UDF-ന് വേണ്ടി മത്സരിച്ച ഒരു സീറ്റിലും അവർ ജയിക്കില്ലെന്നാണ് പാർട്ടി പുറമെ പറയുന്നതെങ്കിലും അമ്പലപ്പുഴയിലും തളിപ്പറമ്പിലും ആശങ്കയുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട്. തളിപ്പറമ്പിൽ മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള നഗരസഭാ പരിധിയിൽ അവർ അധികം വോട്ട് ചേർത്തതും ലീഗിന്റെ സ്വാധീന മേഖലയിലെ പല ബൂത്തുകളിലും 90% മുകളിൽ പോളിംഗ് നടന്നതും CPM ഗൗരവത്തിൽ കാണുന്നുണ്ട്. അമ്പലപ്പുഴയിൽ ഇടതനുകൂല വോട്ടുകൾ എത്രത്തോളം സുധാകരൻ ലഭിക്കുമെന്നും കൃത്യമായി കണക്കുകൂട്ടാൻ പാർട്ടിക്ക് സാധിക്കുന്നുമില്ല. എല്ലാ തിരഞ്ഞെടുപ്പിന് ശേഷവും ഉറപ്പുള്ള വോട്ടുകൾക്കൊപ്പം അനുഭാവി വോട്ടുകളുടെ കണക്കെടുക്കാറുണ്ട്. ഇത്തവണ ഉറപ്പുള്ള വോട്ടുകളുടെ കണക്ക് മാത്രമാണ് ശേഖരിച്ചിരിക്കുന്നത്. യാഥാർത്ഥ്യബോധമുള്ള കണക്കെടുപ്പിന് വേണ്ടിയാണ് ഈ രീതിയെന്ന് CPM സമ്മതിക്കുന്നുണ്ട്. അനുഭാവി വോട്ടുകൾ കൂടി ചേരുമ്പോൾ നിസാര സീറ്റുകളുടെ വ്യത്യാസത്തിൽ ഭരണത്തിലേക്ക് എത്തുമെന്നാണ് CPM കണക്കുകൂട്ടുന്നത്. മധ്യകേരളത്തിൽ എറണാകുളത്തും തൃശൂരിലും കോട്ടയത്തും ഇടുക്കിയിലും തിരിച്ചടിയുണ്ടാകുമെന്നും എന്നാൽ പത്തനംതിട്ട ജില്ല പൂർണ്ണമായും ഒപ്പം നിൽക്കുമെന്നുമാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ആശങ്കയുണ്ടായിരുന്നെങ്കിലും ആറന്മുളയിൽ മന്ത്രി വീണ ജോർജ് 8000 വോട്ടിന് മുകളിൽ ജയിക്കുമെന്നും പാർട്ടി വിലയിരുത്തുന്നുണ്ട്. മലപ്പുറത്ത് പ്രതീക്ഷിച്ച 3 സീറ്റുകളിൽ പൊന്നാനിയിലും തിരൂരിലും കടുത്ത മത്സരം നേരിട്ടുവെന്നും വിലയിരുത്തി. അതേസമയം സംസ്ഥാന സമിതി യോഗത്തിൽ നിന്ന് പിണറായി വിജയൻ വിട്ടുനിൽക്കുകയാണ്. സ്വന്തം മണ്ഡലത്തിലെ അടിയൊഴുക്കുകളിൽ കുറഞ്ഞത് 15000 വോട്ടുകളെങ്കിലും UDF ക്യാമ്പിലെത്തുമെന്ന റിപ്പോർട്ടുകൾ ഏറെ അസ്വസ്ഥത CPM ക്യാമ്പുകളിൽ ഉണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ 50,000-ന് മുകളിൽ ഭൂരിപക്ഷം നേടിയാണ് പിണറായി വിജയനെ ധർമ്മടം മണ്ഡലം വിജയിപ്പിച്ചത്. എന്നാൽ ഇക്കുറി ജയിക്കുന്ന സാഹചര്യത്തിൽ ഭൂരിപക്ഷം 15,000-നടുത്ത് മാത്രമാണ് എത്തുകയെന്നും CPM വിലയിരുത്തുന്നുണ്ട്. എന്തായാലും ക്ലിഫ് ഹൗസ് പൂട്ടി പിണറായി വിജയൻ കണ്ണൂരിൽ സ്ഥിരതാമസമാക്കാൻ തീരുമാനിക്കുന്നതിലൂടെ CPM-ന്റെ പതനം കൂടിയാണ് കേരളത്തിൽ മെയ് 4-ന് സംഭവിക്കുക എന്നും പറയാൻ സാധിക്കും.